അവരുടെ ക്ഷമയും ദയയും അതുപോലെ ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങളുടെ സൗഹൃദം, തത്വങ്ങൾ, ദൈവത്തിന്റെ സഹായം, അതെല്ലാം കൊണ്ട് ഇന്നത്തെ ദിവസം കുടിച്ചിട്ടില്ല. എന്നെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ലേശം ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ശബ്ദമൊക്കെ മാറിയിരിക്കുന്നതൊക്കെ അതിന്റെ ഭാഗമായിട്ടാണ്. കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്, പനിയും മറ്റുമൊക്കെ ആയിട്ട്. എന്തായാലും ഗ്രൂപ്പിൽ അനൗൺസ് ചെയ്ത 2 സഹോദരങ്ങളുടെ പിറന്നാളിനും അവർക്ക് ആശംസകൾ. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ 12 പടികളും 12 പാരമ്പര്യങ്ങളും എന്ന് പറയുന്ന പുസ്തകം, അതുപോലെ പ്രതിദിന മനനം, ഈ 2 പുസ്തകം, എ കംസ് ഓഫ് ഏജ്, ഈ 3 പുസ്തകങ്ങളാണ് ഇന്നത്തെ ഈ 8ാമത്തെ പാരമ്പര്യം ഷെയർ ചെയ്യുന്നതിന് വേണ്ടി ഞാൻ എടുത്ത് നോക്കിയത്. അതിൽ നിന്ന് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ വേണ്ടി നോക്കിയത്. ആദ്യമേ തന്നെ ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഒരു വക്താവല്ല. എന്നെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം. അതെല്ലാവർക്കും അറിയാവുന്നതാണ്, ഓർമ്മപ്പെടുത്തിയതാണ്. അപ്പോൾ 12 പടികളും പാരമ്പര്യങ്ങളും എന്ന് പറയുന്ന പുസ്തകത്തിലെ മുഖവുരയില് 15ാമത്തെ പുറത്തിൽ 4ാമത്തെ പാരഗ്രാഫിൽ വളരെ ഷോർട്ടായിട്ട് കൊടുത്തിരിക്കുന്നത് എയുടെ 12 പാരമ്പര്യങ്ങൾ ഈ കൂട്ടായ്മയുടെ തന്നെ നിലനിൽപ്പിന് ബാധകമാണ്. എങ്ങനെയാണ് അതിന്റെ ഐക്യം നിലനിർത്തുന്നതെന്നും ലോകത്തോട് എങ്ങനെയാണ് അത് ബന്ധപ്പെടുന്നതെന്നും അത് നിലനിൽക്കുന്നതും വളരുന്നതും എങ്ങനെയാണെന്നും ഉള്ളതിന്റെ മാർഗങ്ങൾ അവ സൂചിപ്പിക്കുന്നു. അപ്പോ ഈ നമ്മുടെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ബേസിക് ടെക്സ്റ്റിന് ശേഷം വന്ന കുറച്ചുകൂടെ തന്നെ ഇതിന്റെ പടികളെയും പാരമ്പര്യങ്ങളെ കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് ബിൽ വിൽസൺ എഴുതിയിട്ടുള്ള എസ്സേസ് ആണ് ഈ 12. അപ്പൊ അതില് ഈ 8ാമത്തെ പാരമ്പര്യം നമ്മളെ അടുത്ത് 8ാമത്തെ പാരമ്പര്യം പ്രവർത്തനങ്ങൾ ഒരിക്കലും ഒരു തൊഴിലാവരുത്. എങ്കിലും സേവാ കേന്ദ്രങ്ങളിൽ പ്രത്യേക ശമ്പളക്കാരെ നിയമിക്കാം. പുസ്തകത്തിന്റെ 12ാമത്തെ പേജിൽ അതിന്റെ ഒരു കാച്ചിക്കുറുക്കിയ രൂപം കൊടുത്തിരിക്കുന്നത് അതിങ്ങനെ എഴുതിയിരിക്കുന്നു: 12ാം പടിയും പണവും തമ്മിൽ കൂട്ടിക്കലർത്താൻ കഴിയില്ല. 12ാം പടി പ്രവർത്തനവും പ്രതിഫലം പറ്റുന്ന സേവനവും തമ്മിലുള്ള വ്യത്യാസം. മുഴുവൻ സമയ സേവന പ്രവർത്തകരെ കൂടാതെ എക്ക് പ്രവർത്തിക്കാനാവില്ല. വിദഗ്ധ പണിക്കാർ വിദഗ്ധരായ ഗ്രൂപ്പ് പ്രവർത്തകരല്ല. ഗ്രൂപ്പിന് വ്യവസായം, വിദ്യാഭ്യാസം മുതലായവയോടുള്ള ബന്ധം. 12ാം പടി പ്രവർത്തനം ഒരിക്കലും കൂലിക്കുള്ളതല്ല. എന്നാൽ നമ്മുടെ സേവനത്തിനായി ജോലി ചെയ്യുന്നവർ പ്രതിഫലത്തിന് അർഹനാണ്. വളരെ വ്യക്തമാണ്. ഈ ഒരു ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഈ പുസ്തകത്തിന്റെ മുഖവുരയിൽ വളരെ ഈ പാരമ്പര്യങ്ങൾ രൂപം കൊടുത്തതിന്റെ പശ്ചാത്തലം സ്ഫോടനാത്മകമായിട്ടുള്ള തമ്മിലടിയുടെ ഒക്കെ ഭാഗമായിട്ട്, ആശയക്കുഴപ്പങ്ങളുടെ ഒക്കെ ഭാഗമായിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ 12 പാരമ്പര്യങ്ങൾ. അപ്പോ അതില് അതുകൊണ്ട് തന്നെ ഇതിൽ ഊന്നൽ കൊടുത്തത് മിക്കവാറും എല്ലാ ഇതുപോലെയുള്ള സംഘടന എന്നുള്ള വാക്ക്, ഇതുപോലെയുള്ള പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ തകർന്ന് പാളീസായി പോയത് അധികാരത്തിനെ കുറിച്ചുള്ള തർക്കം, പണത്തിനെ കുറിച്ചുള്ള തർക്കം, പ്രശസ്തിയെ കുറിച്ചുള്ള തർക്കം, അല്ലെങ്കിൽ ആ പ്രസ്റ്റീജിനെ കുറിച്ചുള്ള തർക്കം. ആൽക്കഹോളിക്സ് അനോണിമസ് ഈ പ്രശ്നങ്ങളുടെ ഫീസ് ഊരിയെടുത്തത് അധികാരത്തെ കുറിച്ചുള്ള തർക്കം ഇല്ലാതാക്കാൻ ആൽക്കഹോളിക്സ് അനോണിമസിലെ അധികാരികൾ ഇല്ലാതാക്കി. പാരമ്പര്യം ഇവിടെ അധികാരികളില്ല, സോ അധികാരത്തെ കുറിച്ചുള്ള തർക്കം മാറ്റിവെക്കേ. പിന്നെ ഉള്ളത് പ്രസ്റ്റീജ്, അഭിമാനം. ആൽക്കഹോളിക്സ് അനോണിമസിന് അനാമധേയം
പേര് പോലും ഇല്ലാത്ത ഒരു കൂട്ടം ഗ്രൂപ്പ് എന്ന് വെച്ചപ്പോൾ തന്നെ ഈ അഭിമാനത്തെ കുറിച്ചുള്ള, മുഖമില്ലാത്ത ഒരു സമൂഹം എന്നുള്ള കൺസെപ്റ്റ് വന്നപ്പോൾ തന്നെ ഈ പ്രസ്റ്റീജും എന്നൊക്കെയുള്ള വലിയ സംഭവങ്ങൾ അങ്ങ് മാറി. പിന്നെയുള്ള പണം, അസാധ്യമായിട്ടുള്ള രീതിയിൽ കൂട്ടായ ദാരിദ്ര്യം എന്നുള്ള ഒരു കൺസെപ്റ്റ് ആൽക്കഹോളിക്സ് അനോണിമസ് സ്വീകരിച്ചു. അപ്പോ അതുപോലെ തന്നെ ഈ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ 12 പാരമ്പര്യങ്ങളിൽ ഒരു ലക്ഷ്യം കൂടെ, വളരെ പ്രധാനമായിട്ടുള്ള ഒരു ലക്ഷ്യം കൂടെ വെച്ചത്, ഗ്രൂപ്പിന് ഒരു പർപ്പസേ ഉള്ളൂ, ഒറ്റ ലക്ഷ്യം, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സന്ദേശം എത്തിക്കുക. അപ്പോ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ 12-ാം പടി പ്രവർത്തനത്തെ എന്താണ് പറയേണ്ടത്, കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട്, അത് ചിതറിപ്പോകാതെ, അത് ലക്ഷ്യവേദിയായിട്ട് തന്നെ തറച്ചു കയറാൻ പാകപ്പെടുത്തുന്ന തരത്തിൽ, അല്ലെങ്കിൽ ആ ഒരു മുന കൂർപ്പിക്കലാണ്. ഈ 8-ാമത്തെ പാരമ്പര്യവും വളരെ വളരെ ലളിതമായിട്ടുള്ള കാര്യത്തിൽ തന്നെ അത് സൂചിപ്പിക്കുന്നുണ്ട്. 12-ാം പടി പ്രവർത്തനം ഒരിക്കലും കൂലിക്കുള്ളതല്ല, വ്യക്തമാണ്. ഇനി അതില് കൂട്ടാനോ കുറയ്ക്കാനോ ഒന്നുമില്ല. അപ്പൊ പിന്നെ ഈ പടിയിൽ വരുന്ന ഒരു ചോദ്യം, ഈ പാരമ്പര്യത്തിൽ വരുന്ന ഒരു ചോദ്യം, 12-ാം പടി പ്രവർത്തനം ഏതൊക്കെ ആവാം, ഏതൊക്കെ ആവണ്ട എന്നൊക്കെയുള്ള സംഗതികളാണ്. എല്ലാ പാരമ്പര്യങ്ങളും വന്നത് നല്ല ഒന്നാം തരം ഡിസ്കഷന് ശേഷവും തമ്മിലടിക്കൊക്കെ ശേഷം തന്നെയാണ്. അപ്പോ അതിനെ കുറച്ചുകൂടെ ഒന്ന് വ്യക്തമാക്കാൻ വേണ്ടി ഈ 12 തന്നെ 12 പാരമ്പര്യങ്ങളുടെ ദീർഘരൂപത്തില് പേജ് 190 8-ാമത്തെ പാരമ്പര്യം എഴുതിയിരിക്കുന്നത് 8 വളരെ കൃത്യമാണ്. അത് ഇനി ഇതിന് കൂടുതൽ വിശദീകരണം ഒരു ആർക്കും വേണ്ടാത്ത തരത്തിലുള്ള ഒരു പ്രസ്താവനയാണ്, ആശയവിനിമയം നടത്തിയിരിക്കുന്ന കുറച്ച് വരികളാണ്. ഉദ്യോഗസ്ഥന്മാരില്ലാതെ തന്നെ എക്കാലവും നിലനിൽക്കണം. ഉദ്യോഗം എന്നതിന് ഞങ്ങൾ കൊടുക്കുന്ന നിർവചനം, ഫീസിനോ വാടകയ്ക്കോ വേണ്ടി മദ്യപരെ ഉപദേശിക്കുക എന്നതാണ്. എന്നാൽ മദ്യപരല്ലാത്തവർ നടത്തിക്കുന്ന ജോലിയിൽ നമുക്ക് വേണമെങ്കിൽ മദ്യപരെ നിയമിക്കാം. അങ്ങനെയുള്ള പ്രത്യേക സേവനങ്ങൾക്ക് യോഗ്യമായ പ്രതിഫലം നൽകണം. എന്നാൽ നമ്മുടെ 12-ാം പടി പ്രവർത്തനങ്ങൾ ഒരിക്കലും കൂലി ചോദിക്കാവുന്നതല്ല. വളരെ വ്യക്തമാണ്. അപ്പോ ഇതോടൊപ്പം തന്നെ ഈ പ്രതിദിന മനനങ്ങളിൽ പേജ് 252 ഓഗസ്റ്റ് 31 ഡെയിലി റിഫ്ലക്ഷനില് കൊടുത്തിരിക്കുന്നത് ഈ ഒരു അതുല്യമായ പരിപാടി, ആൽക്കഹോളിക്സ് അനോണിമസ് തൊഴിലാക്കി മാറ്റിയവരുടെ ഒരു സമൂഹം ഉണ്ടാവുകയില്ല. ദാനമായി ലഭിച്ചത് ദാനമായി തന്നെ നൽകുക എന്ന പുരാതന വാക്കുകളുടെ അർത്ഥം ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഔദ്യോഗിക തലത്തിൽ പണവും ആത്മീയതയും ഒന്നിച്ചു ചേരില്ല എന്ന് ഞങ്ങൾ കണ്ടിരിക്കുന്നു. 12 സ്റ്റെപ്സ് ആൻഡ് 12 ട്രഡീഷൻസ്, പേജ് 166. അതിന്റെ ഒരു മെമ്പറുടെ ഒരു ഷെയറിംഗ്, മദ്യാസക്തിക്കുള്ള ഒരു ചികിത്സാ രീതി എന്ന നിലയ്ക്ക് ആൽക്കഹോളിക്സ് അനോണിമസ് വേറിട്ട് നിൽക്കുന്നു. കാരണം ഇത് ഒരു മദ്യാസക്തൻ മറ്റൊരു മദ്യാസക്തനുമായി തന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു എന്നത് അധിഷ്ഠിതമായിരിക്കുന്നു. ഇത് ഈ പ്രോഗ്രാമിനെ വ്യത്യസ്തമാക്കുന്നു. ഞാൻ മദ്യത്തിൽ നിന്ന് മുക്തി നേടുവാൻ തീരുമാനിച്ചപ്പോൾ സുബോധവതിയായ ഒരു അംഗത്തെ വിളിച്ചു. അവരാണ് സന്ദേശം എനിക്ക് നൽകിയത്. അവർക്ക് സാമ്പത്തികമായി ഒരു പ്രതിഫലവും കിട്ടിയില്ല. പക്ഷെ ഒരു ദിവസം കൂടി സുബോധവതിയായി തുടരുക എന്ന പ്രതിഫലം അവർക്ക് ലഭിച്ചു. ഇന്ന് ഞാനും മറ്റൊന്നും പ്രതിഫലമായി ചോദിക്കുന്നില്ല. ഒരു ദിവസം കൂടി മദ്യത്തിൽ നിന്നും വിട്ടുനിൽക്കുക എന്നതാണ് എനിക്ക് ലഭിക്കാവുന്ന ഏറ്റവും ഉദാരമായ പ്രതിഫലം. അപ്പോ ഡെയിലി റിഫ്ലക്ഷനില് അതിന്റെ പുറകുവശത്ത്, ഡെയിലി റിഫ്ലക്ഷന്റെ പുറകുഭാഗത്ത് വിഷയങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നതിൽ ഈ 8-ാമത്തെ പടിയെ കുറിച്ചുള്ള ആ പേജ് നമ്പറിൽ പെട്ടെന്ന് തന്നെ അത് കണ്ടെത്താവുന്നേ ഉള്ളൂ, ഓരോന്നിനെ കുറിച്ച്. അതുകൊണ്ട് തന്നെ 8-ാമത്തെ പാരമ്പര്യം ഇതിന്റെ ഒരു വിശദീകരണം പേജ് 166 തുടങ്ങി 171 വരെയുള്ള പുറങ്ങളിൽ
ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഈ പാരമ്പര്യത്തിലേക്ക് എത്തിപ്പെടാനുണ്ടായ, അതെങ്ങനെ ഈ പാരമ്പര്യത്തിലേക്ക് എത്തിപ്പെട്ടു എന്നുള്ള കുറച്ച് ഒരു അതിന്റെ എങ്ങനെയാണ് ഈ പാരമ്പര്യത്തിലേക്ക് വന്നെത്തിയെന്നുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇത് ഈ പാരമ്പര്യത്തിന്റെ ഏറ്റവും അവസാനത്തെ പാരഗ്രാഫിൽ, അതായത് പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം സ്വീകരിക്കരുത് എങ്കിൽ സേവാ കേന്ദ്രങ്ങളിൽ പ്രത്യേക ശമ്പളക്കാരെ നിയമിക്കാം. ഈ എസ്ഐയുടെ ഏറ്റവും ലാസ്റ്റ് പാരഗ്രാഫിൽ കളുടെ അനൗദ്യോഗിക രീതി എന്ന പാരമ്പര്യത്തെ ആത്യന്തികമായി രൂപപ്പെടുത്തിയ ആവേശകരമായ കുഴഞ്ഞു മറിഞ്ഞ സംഭവങ്ങളാണിത്. ആ കുഴഞ്ഞു മറിഞ്ഞ സംഭവങ്ങളാണ് ഈ ഈ ചാപ്റ്ററിൽ ഇതിനു മുമ്പ് എഴുതിയിരിക്കുന്ന കുറെ കുഴഞ്ഞു മറിഞ്ഞ സംഭവങ്ങൾ. എന്നിട്ട് ആ കുഴഞ്ഞു മറിഞ്ഞ സംഭവങ്ങളിലൂടെ എത്തിപ്പെട്ട ആ കൺസെപ്റ്റ് അതിങ്ങനെ എഴുതിയിരിക്കുന്നു: നമ്മുടെ 12-ാം പടി പ്രവർത്തനത്തിന് ഒരിക്കലും പ്രതിഫലം വാങ്ങരുത്, എന്നാൽ തൊഴിൽ ചെയ്ത് നമ്മളെ സേവിക്കുന്നവർക്ക് പ്രതിഫലത്തിന് അർഹതയുണ്ട്. ഇത്രയുമാണ് ഈ പാരമ്പര്യത്തിന്റെ സത്ത. അപ്പോ ഈ 12 സ്റ്റെപ്പ് വർക്കിന് കൂലി വാങ്ങരുത്, പക്ഷെ 12-ാം പടി പ്രവർത്തനത്തിന് അരങ്ങൊരുക്കുന്നവർക്ക് അല്ലെങ്കിൽ അതിന് സൗകര്യം ഒരുക്കുന്നവർക്ക് അവർക്ക് വേലയ്ക്ക് കൂലി കിട്ടാനുള്ള അർഹത ഉണ്ടെന്നുള്ളതാണ്. എന്തായാലും ഈ ചാപ്റ്റർ ഇതിന്റെ എസ്സേ ആരംഭിക്കുമ്പോൾ തന്നെ ഒരു 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 ഡിക്ലറേഷൻ ആണ്. ആൽക്കഹോളിക്സ് അനോണിമസിന് ഒരിക്കലും ഒരു ഔദ്യോഗിക വിഭാഗം ഉണ്ടല്ലോ, പ്രൊഫഷണൽ തൊഴിലായി സ്വീകരിച്ചവിടെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ 12-ാം പടി പ്രവർത്തനം നടത്തുന്ന അല്ലെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഏതെങ്കിലും ഒരു കാര്യം അത് തന്നെ പ്രതിഫലം സ്വീകരിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു തൊഴിൽ ചെയ്യുന്ന ഒരു വിഭാഗം ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല എന്നുള്ള ഒരു പ്രഖ്യാപനമാണ്. സൗജന്യമായി ലഭിച്ചത് സൗജന്യമായി തന്നെ കൊടുക്കണമെന്നുള്ള ഒരു പഴയ പൗരാണികമായിട്ടുള്ളൊരു വാക്കിന് എഴുതുന്നു. ഇതിനെ തുടർന്നിട്ട് ഇവിടെ കുറച്ച് സംഭവങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ എനിക്ക് വളരെ രസകരമായിട്ട് തോന്നിയ ഒരു സംഗതി, ഈ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ നമ്മുടെ ഈ പാരമ്പര്യത്തിലേക്ക് എത്തിപ്പെട്ടത് തുടക്കകാലത്ത്, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ തുടക്കകാലത്ത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഗ്രൂപ്പുകളല്ലാതെ അവരുടെ ഫൗണ്ടേഷൻ ഓഫീസ് കത്തുകൾക്ക് മറുപടി അയക്കണം. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു സെക്രട്ടറിയെ വേണം, അല്ലെങ്കിൽ ചായയും കാപ്പിയും ഉണ്ടാക്കാനുള്ള ക്ലബ്ബ്, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ക്ലബ്ബുകൾ സൂക്ഷിക്കാനുള്ള, വൃത്തിയാക്കിയിടാനുള്ള, അത് ദിവസവും തുറന്ന് പ്രവർത്തിക്കാനുള്ള പലതരത്തിലുള്ള ആൾക്കാരെ വേണ്ടി വന്നു. അപ്പോ ഇതില് കംസോ പേജിൽ വളരെ രസകരമായിട്ട് പേജ് 115 അതില് പറയുന്ന ഒരു സംഗതി, ഒരു വ്യക്തി, അതായത് ഒരു ടോം എന്ന് പറയുന്ന ഓൾഡ് ടോം എന്ന് പറയുന്ന ഒരു ഫയർമാൻ, റിട്ടയർഡ് മനുഷ്യനാണ്, മെമ്പറാണ്. അപ്പൊ അദ്ദേഹത്തിന് അന്നത്തെ ഈ കൺസെപ്റ്റ് വെച്ച്, അന്ന് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരു അംഗം പൈസ വാങ്ങുക എന്ന് പറഞ്ഞത് അയാളെ 2-ാം തരക്കാരനാക്കും. കാരണം അയാൾ ഉടൻ തന്നെ പൈസയ്ക്ക് വേണ്ടി ആൽക്കഹോളിക്സ് അനോണിമസിനെ ഉപയോഗപ്പെടുത്തുന്നെന്നും അയാൾ ആൽക്കഹോളിക്സ് അനോണിമസിനെ അത് തൊഴിലാക്കി സ്വീകരിക്കുന്നു അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ ആക്കുന്നു എന്നൊക്കെയുള്ള വലിയ വിമർശനങ്ങൾ നടത്തുന്ന ഒരു കാലഘട്ടം. ആൽക്കഹോളിക്സ് അനോണിമസ് അത്രേ എത്തിയിട്ടുള്ള ഭീതിയുടെ ഒരു കാലഘട്ടമാണ്. അപ്പോ ഈ മനുഷ്യന്റെ അടുത്ത് ഈ മനുഷ്യനും അന്നത്തെ മെമ്പേഴ്സുമായിട്ട് ചേർന്നിട്ടുള്ള സംഭാഷണം ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോ ഇങ്ങനത്തെ അവിടെ അങ്ങനത്തെ ഒരു ക്ലബിൽ ഒരു റൂം തരാം, അപ്പൊ ഇങ്ങനെ ആഴ്ചയിൽ 7 ദിവസം അവിടെ ജോലി ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോ അയാള് വിശദമായിട്ട് ശരി, ഓക്കെ, പിന്നെ നിങ്ങൾ എന്നെ സേവകനായിട്ടാണ് സത്രം സൂക്ഷിപ്പുകാരനാണെങ്കിൽ അങ്ങനെ എന്നെല്ലാം സമ്മതിച്ചു. എന്നിട്ട് അങ്ങനെ ചോദിച്ചു, ഇത്രയൊക്കെ ഞാൻ ചെയ്യണം, അയാൾക്ക് 5 പൈസ കൊടുക്കുകയില്ല. അപ്പൊ പുള്ളി പറഞ്ഞു, അങ്ങനെ പറഞ്ഞ വാക്കുകളും ഇവിടെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ്. അതായത്, ഞാൻ എൻ്റെ 12-ാം പടി പ്രവർത്തനം സൗജന്യമായിട്ട് ചെയ്തോളാം, പക്ഷെ ഞാൻ ചെയ്യുന്ന ജോലിക്ക് എനിക്ക് കൂലി തരണം. അപ്പോ അത് ഇവിടെ നോ മണി നോ വർക്ക് എന്ന് വളരെ വ്യക്തമായിട്ട് അങ്ങനെ, നോ മണി നോ വർക്ക്, അത്ര തന്നെ. അപ്പൊ അത്
പക്ഷെ ആ സമയത്ത് ആൽക്കഹോളിക്സ് അനോണിമസ് അത്രമേ വളർന്നിട്ടുള്ളൂ. നമ്മൾ ഈ പറഞ്ഞ കൺസെപ്റ്റിലോട്ട് എത്തിയിട്ടില്ല എന്ന് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. മറ്റൊരു രസകരമായിട്ടുള്ള സംഭവം, ഈ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഒരു ക്ലബ്ബ് ഈ പേജ് 117 എനിക്കതിന്റെ ഈ പിന്നെ ഈ ക്ലബിന്റെ നടത്തിപ്പുകാരായിട്ട് ഉള്ള അതിന്റെ പേജ് 115 എഴുതിയിരിക്കുന്നത്, ഈ ഒരു ക്ലബിന്റെ നടത്തിപ്പിന് വേണ്ടി അപ്പോ നമ്മളെ അന്നത്തെ കൺസെപ്റ്റ് അനുസരിച്ച് നമ്മള് മെമ്പേഴ്സ് സൗജന്യമായിട്ട് തന്നെ ചെയ്യണം. കാരണം പൈസ കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ പ്രൊഫഷണലിസം ആയിപ്പോകും. അപ്പൊ അതുകൊണ്ട് രാത്രി മൂങ്ങുകൾ, അതായത് ഉറക്കം അറിയാമല്ലോ, ആൽക്കഹോളിക്സ് റിക്കവറിയിൽ നിൽക്കുമ്പോഴെല്ലാം നമ്മൾ കുറച്ച് രാത്രിയൊക്കെ ഒത്തിരി ഉറക്കൊഴിയുന്ന ടീമുകളൊക്കെ ഉണ്ട്. അപ്പോ ഇവിടെ ഗെയിംസ് ഓഫ് ഏജിൽ അവരെ വിളിച്ചിരിക്കുന്നത് നൈറ്റ് ഔൾസ് എന്നാണ്, രാത്രി മൂങ്ങകൾ. അപ്പോ ഈ ക്ലബ്ബ് നടത്തിപ്പിന് വേണ്ടി ചില രാത്രി മൂങ്ങകൾ അവരുടെ കയ്യില് താക്കോല് കൊടുത്തിരുന്നു. പക്ഷെ ചില മൂങ്ങകൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം അടിക്കുന്ന ടീമുകളായിരുന്നു. അപ്പൊ അവര് ആ ക്ലബില് മദ്യം കൊണ്ടുവരികയും കുടിക്കുകയും അവിടെയൊക്കെ അലങ്കോലമാക്കി ഇടുകയും ചെയ്ത ആ ഒരു സംഗതി ഇവിടെ എഴുതിയിട്ടുണ്ട്. എനിക്ക് വളരെ രസകരമായിട്ട് തോന്നിയത് ആ രാത്രി മൂങ്ങ എന്നുള്ള പ്രയോഗവും, ആ മൂങ്ങകളിൽ ചില മൂങ്ങകൾ ഇടയ്ക്ക് ഇവിടെ എഴുതിയിരിക്കുന്നത്, ബട്ട് സം ഓഫ് ദ ഓൾസ് ഹാഡ് എ ഹാബിറ്റ് ഓഫ് ഗെറ്റിംഗ് സ്റ്റേർഡ് ആൻഡ് lying around the places in all conditions and at all hours. അപ്പോ ഈ രണ്ട് വിഷയങ്ങളും ഇവിടെ കാണിക്കുന്നത്, അതായത് ഒരാഴ്ചയിൽ 7 ദിവസവും തൂക്കുകയും തുടക്കുകയും കാപ്പി ഉണ്ടാക്കുകയും ഒരു സേവനത്തിന്റെ തല 5 പൈസ പ്രതിഫലം വാങ്ങിക്കാതെ ഒരു വ്യക്തിക്ക് തുടരാൻ കഴിയില്ല. സ്വാഭാവികമായിട്ടും അത് മടുത്തിട്ട് ആ മെമ്പർ ഇട്ടിട്ട് പോകും. അപ്പോ ആ പ്രവർത്തനം നടത്താൻ ആളെ കിട്ടില്ല. അതല്ലെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മറ്റ് പല കാര്യങ്ങളും, അവർക്ക് ഇപ്പോ വീട്ടു ജോലിക്കാർ, പലഹാരം ഉണ്ടാക്കുന്ന പാചകക്കാർ, ഓഫീസുകളിലെ സെക്രട്ടറിമാർ, എഴുത്തുകാർ, ഇവരെല്ലാം തന്നെ ഇവർ ഇത്തരത്തിലുള്ള ജോലി ചെയ്യുന്നതിന് പണം കൊടുത്തില്ലെങ്കിൽ അത് മുന്നോട്ട് പോവില്ല. അപ്പോ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ആദ്യകാലത്ത് ഇത്തരം ജോലികൾ സൗജന്യമായിട്ട് ചെയ്യണം. എയുടെ പണം കൈപ്പറ്റി കഴിഞ്ഞാൽ അത് ഭയങ്കര കൊടിയ പാവമായിട്ടാണ്. കാരണം ഇവിടെ പറയുന്നത് എയിൽ നിന്ന് കാശുണ്ടാക്കുകയോ എന്നാണ് ചോദ്യം. അപ്പോൾ എയുടെ അറിവും അനുഭവവും പണത്തിന് വേണ്ടി വിൽക്കപ്പെടുകയാണെന്നും അതുകൊണ്ട് ഇത്തരം ആൾക്കാർ എല്ലാം പ്രൊഫഷണൽ ആണെന്ന് വിമർശിക്കപ്പെട്ടിരുന്ന ഒരു സമയം. അപ്പോ ഇതാ ഈ പേജ് 167 എഴുതിയിരിക്കുന്നത്, അവസാനം എന്തായാലും ഔദ്യോഗിക രീതിയിലും അനൗദ്യോഗിക രീതിക്ക് ഇടയ്ക്കുള്ള അന്തരത്തിന്റെ വ്യക്തമായ രേഖ കാണാൻ 12ാം പടി പണത്തിന് വേണ്ടി വിൽക്കപ്പെടാൻ കഴിയില്ലെന്ന് നമ്മൾ സമ്മതിച്ചപ്പോൾ നമ്മൾ വിവേകികളായിരുന്നു. പക്ഷേ അന്നത്തെ സമയത്ത് എക്സ്ട്രീമാണ്. 12ാം പടി കൂലിക്ക് ചെയ്യാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ ഈ പാരമ്പര്യത്തിലേക്ക് എത്തിപ്പെടുന്നതിന് മുമ്പ് അന്ന് കരുതി വെച്ചിരുന്നത്, എന്നാൽ നമ്മുടെ കൂട്ടായ്മയ്ക്ക് സേവന ജോലിക്കാരെ നിയമിക്കാനും അംഗത്തിനുള്ള നമ്മുടെ അറിവ് മറ്റു രംഗങ്ങളിൽ എത്തിക്കാനും ആവില്ലെന്ന് നാം പ്രഖ്യാപിച്ചപ്പോൾ ഭീതിയെയാണ് നാം ഉപദേഷ്ടാവായി സ്വീകരിച്ചത്. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഇക്കാലത്ത് പൂർണ്ണമായും അപ്രത്യക്ഷമായ ഭീതി. അപ്പോ ഈ ആൽക്കഹോളിക്സ് അനോണിമസിൽ അംഗമായിരിക്കെ തന്നെ ആ വ്യക്തിക്ക് പലതരത്തിലുള്ള അറിവുകൾ ഉണ്ടാവും. അയാൾ നല്ലൊരു എഴുത്തുകാരനാവാം, അയാൾ നല്ലൊരു പെയിന്റർ ആവാം, അയാൾ നല്ലൊരു പ്ലംബർ ആവാം, അയാൾ നല്ലൊരു സെക്രട്ടറി ആവാം. അപ്പോ അത്തരം കാര്യങ്ങൾക്കൊന്നും ഈ അംഗം പൊയ്ക്കൂടെന്ന് അങ്ങ് പ്രഖ്യാപിച്ചാൽ നമ്മുടെ കൂട്ടായ്മയില് ഇത്തരക്കാരുടെ സേവനം ഉപയോഗപ്പെടുത്താൻ പൈസ കൊടുത്ത് ഇവരുടെ സേവനം വാങ്ങാൻ പറ്റില്ല എന്ന് ശടിച്ച ഒരു കാലത്ത്, അത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ആദ്യമകാലത്തുണ്ടായ നമുക്ക് അപകടം പറ്റുമോ, നമ്മൾ തകർന്നു പോകുമോ എന്നുള്ള പേടി തന്നെ ആയിരുന്നു എന്നാണ്. എന്തായാലും നമ്മള് ഈ പേജ് 167 തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ക്ലബ് ഹൗസില് പക്ഷെ മറ്റൊരു താക്കോൽ കൂടിയുള്ള ഒരു മദ്യപാനിക്ക് അതിമദ്യപാനത്തിനുള്ള ഒരു തുറന്ന ക്ഷണമായിരുന്നു. അതുകൊണ്ട്
അതുകൊണ്ട് ആ സ്ഥലത്തെ മുഴുവൻ സമയം നോക്കി നടത്തേണ്ടതുണ്ട്. നമ്മളൊരു മദ്യപാനിയെ നിയമിക്കുകയാണെങ്കിൽ ഇതേ ജോലിക്ക് വേണ്ടി മദ്യപാനി അല്ലാത്ത ഒരാളിന് നമ്മൾ എത്ര കൊടുക്കുമോ അത്രയും തുക തന്നെയാണ് അയാൾക്ക് കിട്ടുക. 12-ാം പടി പ്രവർത്തനം ചെയ്യുക എന്നതായിരുന്നില്ല പണി, 12-ാം പടി പ്രവർത്തനത്തിന് സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇതും വ്യക്തമായ ലളിതമായ ഒരു സേവന നിർദ്ദേശം. അതിനുശേഷം ഈ മുഴുവൻ സമയ പ്രവർത്തകരില്ലാതെ എഐക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. കാരണം ഫൗണ്ടേഷനിലും ഇന്ത്യൻ ഗ്രൂപ്പ് ഓഫീസുകളിലും സെക്രട്ടറിമാര്, അതുപോലെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ അന്ന് സേവനത്തിന് പോയിരുന്ന ഇത്തരം ജോലിക്ക് എഐക്ക് പോയിരുന്ന ആൾക്കാരുടെ ശമ്പളം വരെ വെട്ടിക്കുറച്ചു. അപ്പോ അവരുടെ ഭാര്യമാര്, കഠിനാധ്വാനിയായ ഒരു സെക്രട്ടറി ദിനവും അനവധി തവണ ഫോൺ വിളിയൊക്കെ മറുപടി പറയുകയാണെങ്കിൽ ഭാര്യമാരുടെ സങ്കടപ്പെടുന്ന ഭാര്യമാരുടെ, നവാഗതരുടെ, സ്പോൺസർ കുറെ ഡ്യൂട്ടീസ് എഴുതി വെച്ചിരിക്കുന്നുണ്ട്. കഠിനാധ്വാനിയായ ഒരു സെക്രട്ടറി ദിനവും അനവധി തവണ ഫോൺ വിളികൾക്ക് മറുപടി പറയുകയാണെങ്കിൽ, വിലപിക്കുന്ന 20-ൽ പരം ഭാര്യമാർക്ക് പറയാനുള്ളത് ശ്രദ്ധിക്കുകയാണെങ്കിൽ, 10 നവാഗതർക്ക് വേണ്ടി സ്പോൺസർമാരെ കണ്ടെത്തുകയും ആശുപത്രി സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുകയാണെങ്കിൽ, താൻ ചെയ്യുകയായിരുന്ന പ്രവൃത്തിയെക്കുറിച്ച് തനിക്ക് എങ്ങനെയാണ് അമിത വരുമാനം കിട്ടിയിരുന്നതെന്ന് പരാതിപ്പെട്ട ഉപതനായ ഒരു മദ്യപാനിയോട് സൗമ്യതയോടെ തന്ത്രപരമായി പെരുമാറാൻ കഴിയുകയാണെങ്കിൽ, അത്തരം ഒരു വ്യക്തിയെ തീർച്ചയായും എഐയിൽ ഉദ്യോഗ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന് വിളിക്കാൻ കഴിയില്ലെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. മികച്ച സേവനം കൊടുക്കുന്ന ഒരു വ്യക്തി, ആ സേവനത്തിന് അയാൾക്ക് പ്രതിഫലം കൊടുക്കുന്നത് കാശുണ്ടാക്കുന്ന ഒരു പരിപാടി അല്ല എന്ന് ആൽക്കഹോളിക്സ് അനോണിമസ് തിരിച്ചറിഞ്ഞു. അതുപോലെ തന്നെ പേജ് 169-ൽ മദ്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന പുറം സംഘടനകൾ, അവിടെ ജോലി സ്വീകരിക്കാൻ ധൈര്യം കാട്ടിയിട്ടുള്ള എ അംഗങ്ങളെക്കാൾ അവരെ പിടിച്ച് കുടഞ്ഞിട്ടുള്ളത് പോലെ ഇപ്പോ മറ്റേ എ അംഗങ്ങളെ പിടിച്ച് കുടഞ്ഞിട്ടില്ല ഈ ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങൾ അന്ന്. അതായത് ഒരു ഉദാഹരണം ഇവിടെ എഴുതിയിരിക്കുന്ന മദ്യപാനത്തെ കുറിച്ച് പൊതുജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ എയുടെ ഒരു അംഗത്തെ ഒരു സർവകലാശാല ആവശ്യപ്പെട്ടു. ഈ വിഷയവുമായി പരിചയമുള്ള ഒരാളെ അവരുടെ തൊഴിലാളികളുമായി ഇടപെടാൻ കോർപ്പറേഷൻ ആവശ്യപ്പെട്ടു. മദ്യപാനികളെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു മാനേജരെ ഒരു സംസ്ഥാന ലഹരി ചികിത്സാ കേന്ദ്രം ആവശ്യപ്പെട്ടു. ഒരു കുടുംബത്തിന് മദ്യം വരുത്തി വെക്കുന്ന ദുരന്തങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയ ഒരു പരിചയസമ്പന്നനായ സാമൂഹ്യ പ്രവർത്തനം ഒരു നഗരസഭ ആവശ്യപ്പെട്ടു. ശമ്പളം പറ്റുന്ന ഒരു ഗവേഷകനെ ഒരു സംസ്ഥാന മദ്യ കമ്മീഷൻ ആവശ്യപ്പെട്ടു. വ്യക്തികളെന്ന നിലയിൽ എഐയിലെ അംഗങ്ങളോട് ഏറ്റെടുക്കാൻ ആവശ്യപ്പെട്ട ജോലികളിൽ ചിലത് മാത്രമായിരുന്നു ഈ പറഞ്ഞ ടൈപ്പിലുള്ള ജോലികൾ. അപ്പോ ഈ തരത്തിലുള്ള ജോലി സ്വീകരിക്കുന്ന ആൾക്കാരെ എല്ലാം ആൽക്കഹോളിക്സ് അനോണിമസ് അവര് എഐയെ ഉപയോഗിച്ച് കാശുണ്ടാക്കുന്ന ആൾക്കാരാണ്. അവർ 12-ാം പടി പ്രവർത്തനം അല്ലെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സേവന പ്രവർത്തനങ്ങൾക്ക് തൊഴിലായി സ്വീകരിക്കുന്നവരാണോ എന്നൊക്കെ ഒഫീഷ്യൽ ഔദ്യോഗിക പ്രൊഫഷണൽസ് ആണോ എന്നൊക്കെ വിളിക്കണോ എന്നുള്ള ഒരു ചോദ്യം ഉണ്ടായി. അതിന് ഇല്ല എന്ന് തന്നെ ഉത്തരം ആൽക്കഹോളിക്സ് അനോണിമസ് കൊടുത്തു. ഇവിടെ എഴുതിയിരിക്കുന്നത് പിന്നെ വളരെ വ്യക്തമായിട്ട് തുടർന്നുള്ള പാരഗ്രാഫിലൊക്കെ നമ്മുടെ അന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് എ അംഗങ്ങൾ പോവുകയും പലപ്പോഴും അനോണിമിറ്റി ബ്രേക്ക് ആവുകയും ഒക്കെ ചെയ്തു. പക്ഷേ ഇപ്പോ ഇവിടെ എഴുതിയിരിക്കുന്നത് പിന്നെ ഇത്തരം മുഴുവൻ സമയ തൊഴിലുകൾ തിരഞ്ഞെടുക്കുന്ന അംഗങ്ങൾ എയുടെ 12-ാം പടിയെ തൊഴിൽപരമാക്കി മാറ്റുന്നില്ല എന്ന് ഞങ്ങൾ ചിന്തിക്കും. എന്നിട്ട് ഈ പാരമ്പര്യത്തിലേക്ക് വന്ന വാക്കുകൾ ഒരു 1-2 വാക്കുകൾ കൊണ്ട് അതിനുള്ള സൂചന കൊടുത്തിരിക്കുകയാണ്. ഇവിടെ എഴുതിയിരിക്കുന്നത് ഈ നിഗമനത്തിലേക്കുള്ള മാർഗം ദൈർഘ്യമേറിയതും തടസ്സങ്ങൾ നിറഞ്ഞതുമായിരുന്നു. അപ്പോ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായി. ആദ്യകാലത്ത് ഇത്തരം സംരംഭത്തിലേക്ക് ഒരു അംഗത്തെ നിയമിക്കപ്പെട്ട നിമിഷം തന്നെ പരസ്യങ്ങൾക്കോ പണമുണ്ടാക്കുന്നതിനുള്ള ഉദ്ദേശങ്ങൾക്ക് വേണ്ടി ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പേര് ഉപയോഗിക്കാൻ പെട്ടെന്ന് തന്നെ അയാൾ പ്രലോഭിപ്പിക്കപ്പെട്ടു. മദ്യപന്മാരുടെ ചികിത്സാ കേന്ദ്രങ്ങൾ, വിദ്യാഭ്യാസ സംരംഭങ്ങൾ, സംസ്ഥാന നിയമനിർമ്മാണ സഭകൾ, കമ്മീഷനുകൾ തുടങ്ങിയവ അംഗങ്ങളുടെ സേവനം സ്വീകരിച്ചിട്ടുള്ള വസ്തുത വെളിപ്പെടുത്തി. അധികം ചിന്തിക്കാതെ ഇപ്രകാരം നിയമിതരായ അംഗങ്ങൾ വീണ്ടും വിചാരമില്ല തങ്ങളുടെ പ്രിയ സംരംഭങ്ങൾക്കായി അവരുടെ അനാമധേയത്വം വിവേകശൂന്യമായി അവഗണിച്ചു. അനോണിമിറ്റി ബ്രേക്ക് ചെയ്തു. ആൽക്കഹോളിക്സ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മുകളിൽ പറഞ്ഞ നമ്മൾ സംസാരിച്ച കാര്യങ്ങൾക്ക് വിദ്യാഭ്യാസ സംരംഭം, മദ്യപരുടെ ചികിത്സാ കേന്ദ്രങ്ങൾ, കമ്മീഷനുകൾ, നിയമനിർമ്മാണ സഭകൾ, അന്നത്തെ അറിവില്ലായ്മ കൊണ്ട് അത്തരം കാര്യങ്ങൾ വലിയ രീതിയിൽ സംഭവിച്ചിട്ടുണ്ട്.
ഇത്തരം വിവേകശൂന്യമായ നടപടികൾ വളരെ മികച്ച പല സംരംഭങ്ങളും അവയുമായി ബന്ധപ്പെട്ട ഒരു എയുടെ ഗ്രൂപ്പുകളിൽ നിന്ന് നല്ല നല്ലവണ്ണമുള്ള വിമർശനങ്ങളും ഇത്തരക്കാരെ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോ അന്നും ഇന്നും ഒക്കെ ആൽക്കഹോളിക്സ് അനോണിമസ് ഇത്തരക്കാരെ പറയുന്നത് അയാൾ എയിൽ നിന്ന് കാശുണ്ടാക്കുകയാണ്. അയാൾ മിക്കവാറും ഒക്കെ പലപ്പോഴും ഈ വിമർശനം കേൾക്കാത്ത ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സേവന രംഗത്ത് നിൽക്കുന്നവർ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അയാൾ എയിൽ നിന്ന് കാശുണ്ടാക്കുകയാണ് എന്ന മുറവിളിയായിരുന്നു. എന്നിട്ടും അവരിൽ ഒരാളിനെ പോലും എയിലെ 12ാം പടി പ്രവർത്തനം ചെയ്യാനായി ആരും നിയമിച്ചിരുന്നില്ല. സത്യമാണ്. നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്നത് പോലെ ഓരോ പ്രത്യേക പർപ്പസുകൾക്ക് വേണ്ടി പോയെങ്കിലും ആൽക്കഹോളിക്സ് അനോണിമസ് 12 സ്റ്റെപ്പ് വർക്കിന് വേണ്ടി ഒറ്റ മനുഷ്യനെ എന്റെ ചരിത്രത്തില് നിയമിച്ചിട്ടില്ല. അപ്പോ ഇവിടെ അത് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. എയിലെ 12ാം പടി പ്രവർത്തനം ചെയ്യാനായി ആരും നിയമിച്ചിരുന്നില്ല. അവരുടേത് എയുടെ ഔദ്യോഗിക രീതിയിലുള്ള പ്രവർത്തനവുമായിരുന്നില്ല. പ്രത്യുത അനാമധേയത്തിന്റെ ലംഘനമായിരുന്നു. എയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യത്തെ ദുർബലപ്പെടുത്തിയെന്നതും ഒത്തുതീർപ്പിലെത്തുക എന്നതും ചേർന്ന് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പേര് ദുരുപയോഗം ചെയ്യപ്പെട്ടു. അത്രമാത്രം. എന്തായാലും ഇന്നത്തെ സ്ഥിതി ഇത് ഈ പാരമ്പര്യം രൂപപ്പെട്ടു വരുന്ന കാലഘട്ടത്തിലെ ആശയക്കുഴപ്പങ്ങളുടെ എന്തൊക്കെ തരത്തിലുള്ള പ്രധാനപ്പെട്ട ചിന്തകളിൽ നിന്നാണ്, അനുഭവങ്ങളിൽ നിന്നാണ് ഈ പാരമ്പര്യം രൂപപ്പെട്ടതെന്നുള്ള സൂചനകളും ആ സംഭവങ്ങളുടെ ക്രമമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം പേജ് 170 ലാസ്റ്റ് പാരഗ്രാഫ് മുതൽ ഇന്ന് കാണുന്ന 8ാമത്തെ പാരമ്പര്യം അതിലേക്ക് വന്ന വളരെ ലളിതമായിട്ടുള്ള ലാംഗ്വേജിൽ തന്നെ അത് എഴുതിയിരിക്കുന്നു. ഇന്നത്തെ സ്ഥിതി. എന്നാൽ നമ്മുടെ കൂട്ടായ്മയിലെ ഒരു അംഗം പോലും പൊതുവായ വേദിയിൽ തന്റെ അനാമധേയത്വം ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ല. അത്തരത്തിലുള്ള എല്ലാ ഭയങ്ങളും ഏകദേശം കെട്ടടങ്ങി എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത്തരം വിശാലമായ മണ്ഡലങ്ങളിൽ വ്യക്തികളെന്ന നിലയിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന അംഗങ്ങളെ, ഒരു ആൽക്കഹോളിക്സ് അനോണിമസിലെ ഒരു അംഗത്തിന് അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ടുള്ള എന്തെങ്കിലും ടാലൻസ് ഉണ്ട്. ആ ടാലൻസ് പുറമേയുള്ള സംരംഭങ്ങളോ അല്ലെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിനകത്തോ ഉപയോഗപ്പെടുത്തുന്നതിന് ആ സേവനം വിട്ടുകൊടുക്കാൻ ആഗ്രഹിക്കുന്ന അംഗങ്ങളെ നിരുത്സാഹപ്പെടുത്താനുള്ള അവകാശമോ ആവശ്യമോ നമുക്കില്ലെന്ന് നമ്മൾ മനസ്സിലാക്കി. നമ്മൾ അവരെ തടയുകയാണെങ്കിൽ അത് തീർച്ചയായും സാമൂഹ്യ വിരുദ്ധമായി. നമ്മുടെ അറിവും അനുഭവവും പരമരഹസ്യമായി നമ്മൾ സൂക്ഷിക്കുന്നതിനാൽ ഒരു രഹസ്യ സംഘടനയായി നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയില്ല. ആൽക്കഹോളിക്സ് അനോണിമസ് ഒരു രഹസ്യ സംഘടനയായിട്ട് നിലനിൽക്കാൻ കഴിയില്ല. അപ്പോ ഒരു അംഗത്തിന് ഒരു പൗരൻ എന്നുള്ള നിലയിൽ ഒരു മികച്ച ഗവേഷകനാകാനോ വിദ്യാഭ്യാസ പ്രവർത്തകനോ പേഴ്സണൽ ഓഫീസറോ ആകാനോ കഴിയുകയാണെങ്കിൽ എന്തുകൊണ്ടായിക്കൂടാ? എല്ലാ പേർക്കും നേട്ടം ഉണ്ടാകും. നമുക്ക് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ശരിയാണ്, എയുമായി ബന്ധപ്പെട്ടിരുന്ന ചില പദ്ധതികൾ മോശമായ രീതിയിൽ രൂപകൽപ്പന ചെയ്യപ്പെട്ടതായിരുന്നു. എന്നിരുന്നാലും അവയൊന്നും തന്നെ എയുടെ തത്വത്തിൽ നിന്ന് അല്പം പോലും വ്യതിചലിച്ചിരുന്നില്ല. ഇത്രയും കാര്യങ്ങൾക്ക് ശേഷമാണ് എകളുടെ അനൗദ്യോഗിക രീതി എന്ന പാരമ്പര്യത്തെ ആത്യന്തികമായി രൂപപ്പെടുത്തിയ ആവേശകരമായ കുഴഞ്ഞു മറിഞ്ഞ സംഭവങ്ങളാണിത്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു അംഗം അയാളുടെ ഒരു പ്രത്യേക കഴിവ്, അയാളുടെ സേവനം, 12ാം പടി പ്രവർത്തനം ഒഴിച്ച് അയാളുടെ ഒരു പ്രത്യേക കഴിവ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ പുറത്തുള്ള ഒരു ലേബറിന് കൊടുക്കേണ്ട അതേ കാശ് നമ്മൾ അയാൾക്ക് കൊടുക്കണം. അത് എന്നുള്ള ഈ പടി ഈ പാരമ്പര്യത്തിലേക്ക് എത്തിച്ച സംഭവങ്ങളാണ് ഇതിനെ ഒന്നുകൂടെ കാച്ചിക്കുറുക്കി ഏറ്റവും ഒന്നുകൂടെ അത് കാച്ചിക്കുറുക്കി എടുക്കുമ്പോൾ നമ്മുടെ 12ാം പടി പ്രവർത്തനത്തിന് ഒരിക്കലും പ്രതിഫലം വാങ്ങരുത്. എന്നാൽ തൊഴിൽ ചെയ്ത് നമ്മളെ സേവിക്കുന്നവർക്ക് പ്രതിഫലത്തിന് അർഹതയുണ്ട്. ഈ 1-2 കാര്യങ്ങളും കൂടെ കംസ് ഓഫ് ഏജില് ഈ പാരമ്പര്യമായിട്ട് ബന്ധപ്പെട്ട് ഈ ബിൽ വിൽസൺ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ സാഹിത്യം ആൽക്കഹോളിക്സ് അനോണിമസിന് പ്രൊഡ്യൂസ് ചെയ്ത ഒരു വ്യക്തിയാണ്.
അപ്പൊ അദ്ദേഹത്തിന്റെ ആ പ്രത്യേക കഴിവിന് റോയൽറ്റി, വലിയ പണം ബിൽബിൾസ് ആൽക്കഹോളിക്സ് അനോണിമസിനെ കൊണ്ട് കാശുണ്ടാക്കിയില്ല. പക്ഷെ നാമമാത്രമാണെങ്കിൽ ഒരു റോയൽറ്റി അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നെന്ന് ഈ പാരമ്പര്യത്തിന്റെ ഒരു വിശദീകരണത്തില് കംസ് ഓഫ് ഏജില് ഉണ്ട്. അതുപോലെ ചിലപ്പോഴൊക്കെ കേട്ടിട്ടുള്ള ഒരു വാർത്തയാണ്, വിദേശ രാജ്യങ്ങളിലൊക്കെ പതിവാണ്, കേരളത്തിലും ഈ ഇടയ്ക്ക് എങ്ങാണ്ട് അത് ഉണ്ടായിട്ട് അങ്ങ് അസ്തമിച്ചു പോയി. അതായത് ഇപ്പോ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഗ്രൂപ്പ് മീറ്റിംഗിൽ പ്രഭാഷണം നടത്താൻ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഒരു സേവകനെ അല്ലെങ്കിൽ ഒരു കാര്യം അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയെ ഒരു ഗ്രൂപ്പോ അല്ലെങ്കിൽ ഒരു കമ്മിറ്റിയോ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണെന്ന് കരുതുക. അപ്പോൾ ആ ഗ്രൂപ്പോ കമ്മിറ്റിയോ അദ്ദേഹത്തിന് താമസിക്കാനുള്ള സ്ഥലവും ബസ് ഫെയറോ അല്ലെങ്കിൽ വിമാനത്തിൽ വരാനുള്ള ചെലവോ അല്ലെങ്കിൽ ട്രെയിനിൽ വരാനുള്ള ഒരു ചെലവിനോ പൈസ കൊടുത്തു എന്നിരിക്കട്ടെ. അപ്പോ അത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ 12-ാം പടി പ്രവർത്തനത്തിന് കൂലി കൊടുക്കുന്നതല്ലേ എന്നൊരു തർക്കം, എന്നൊരു പറച്ചിൽ, അയാൾ എയിൽ നിന്ന് കാശുണ്ടാക്കുകയല്ലേ എന്നൊരു ചോദ്യമൊക്കെ ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അപ്പോ ഈ 8-ാമത്തെ പാരമ്പര്യമായിട്ട് നോക്കുമ്പോഴത്തേക്ക് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ വളരെ വ്യക്തമായിട്ട് 12-ാം പടി പ്രവർത്തനത്തിന് കൂലി വാങ്ങുന്നില്ല. പക്ഷേ ഈ ഒരു കമ്മിറ്റി, ഒരു ഗ്രൂപ്പിന്റെ ഒരു കമ്മിറ്റി ഒരു തീരുമാനം എടുക്കുകയാണ്. ആ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് ഒരു പ്രത്യേക അവരുടെ യോഗത്തിൽ പങ്കെടുക്കാൻ ഒരു അംഗത്തെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ചെലവ് അവർ വഹിക്കുകയാണെങ്കിൽ അത് ആ ഗ്രൂപ്പിന്റെ ഒരു തീരുമാനമായിട്ട് മാത്രമേ അത് വരുള്ളൂ. അത് 12-ാം പടി പ്രവർത്തനത്തിന് കൂലി വാങ്ങുന്ന ഒരു സംഭവമായിട്ട് മാറില്ല എന്ന് ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങൾ സംസാരിച്ച് തീരുമാനിക്കുന്നതും ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും 8-ാമത്തെ പാരമ്പര്യത്തെ പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം സ്വീകരിക്കരുത്, എങ്കിലും സേവാ കേന്ദ്രങ്ങളിൽ പ്രത്യേക ശമ്പളക്കാരെ നിയമിക്കാം. നമ്മുടെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മികച്ച സേവന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ ജനറൽ സർവീസ് ഓഫീസിൽ അവിടെ വരുന്ന സാഹിത്യം കൃത്യമായിട്ട് ഗ്രൂപ്പുകളിൽ എത്തിക്കണമെങ്കിൽ, അവിടെ വരുന്ന കൊറീസിന് മറുപടി കൊടുക്കണമെങ്കിൽ, ഗ്രൂപ്പിന്റെ തന്നെ പലതരം ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കണമെങ്കിൽ അത്തരം ഓഫീസുകൾ പ്രവർത്തിക്കണം. അത്തരം ഓഫീസുകൾ പ്രവർത്തിക്കണമെങ്കിൽ അവിടെയുള്ള സ്റ്റാഫ് കൃത്യമായിട്ട് പ്രവർത്തിക്കണം. മികച്ച സ്റ്റാഫിനെ കിട്ടണമെങ്കിൽ അത് ആൽക്കഹോളിക്സ് അനോണിമസിനകത്തുള്ളവരാണെങ്കിലും പുറത്തുള്ളവരാണെങ്കിലും അവർക്ക് മികച്ച രീതിയിലുള്ള വേതനം കൊടുക്കണം. അപ്പോ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു മെമ്പർ ആണ് ഓഫീസ് സെക്രട്ടറി ആയിട്ട് നിൽക്കുന്നതെങ്കിൽ അയാൾ മെമ്പർ എന്നുള്ളത് കൊണ്ട് പുറമേ ഉള്ളവർക്ക് 500 രൂപ കൊടുക്കുമ്പോൾ നമ്മുടെ ഒരു മെമ്പറിന് 100 രൂപ മാത്രം കൊടുത്താൽ അത് തെറ്റാണ്. അത് വേണ്ട. 12-ാം പടി പ്രവർത്തനത്തിന് കൂലി വേണ്ട. പക്ഷേ ആ 12-ാം പടി പ്രവർത്തനത്തിന് സൗകര്യമൊരുക്കുന്ന ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സേവനത്തിന് ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികൾക്ക് അവർ അർഹിക്കുന്ന വേതനത്തിന് എലിജിബിൾ ആണെന്നുള്ള ഒരു ഡിക്ലറേഷനാണ് ഈ 8-ാമത്തെ പാരമ്പര്യവും. ഈ പാരമ്പര്യം ഒന്നുകൂടെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഗ്രൂപ്പുകളുടെ പ്രൈമറി പർപ്പസ് ഒന്നുകൂടെ ഊട്ടി ഉറപ്പിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് എനിക്കിന്ന് ഷെയർ ചെയ്യാനുള്ളത്. താങ്ക് യു. ഉണ്ണി.